കുഴപ്പമില്ലല്ലോ, പോയിക്കോളൂല്ലേ? തലേ ദിവസത്തെ ഒതുക്കലും പെറുക്കലും എല്ലാം കഴിഞ്ഞ് കിടന്നിട്ട് ഉറങ്ങി ഉറക്കം ഒരു അന്തമില്ലാത്ത ഉറക്കമായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ കുറച്ച് വൈകി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട, മുസ്ലി ഇട്ട് കലക്കി അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ. നമ്മുടെ മില്ലറ്റ് മുസ്ലി ഇരിക്കുന്നുണ്ട്, അത് മതിയെന്ന് തലേ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്. രാത്രി കിടക്കുന്നതിന് മുന്നേ തന്നെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഇന്ന് ഓണ സെലിബ്രേഷനാണ്. കറണ്ട് വന്നും പോയി ഇരിക്കുന്നുണ്ട്. പിരികം വരെയും കണ്ണ് വരെയൊക്കെ ഞങ്ങൾ പുറത്ത് നിന്നാണ് പപ്പാതിയായിട്ട് ചെയ്തത്. ഈ കഴുത്തിൽ കിടക്കുന്ന ചെയിൻ എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. അപ്പോൾ അതാ എൻ്റെ മലയാളി മങ്കിയും മലയാളിമാരോടൊക്കെ റെഡി ആയിട്ടുണ്ട്. മുല്ലപ്പൂല്ലായിരുന്നു. ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പൂക്കടയുണ്ട് അമ്പലത്തിൻ്റെ അടുത്തായിട്ട്. അവിടെ നിന്ന് മുല്ലപ്പൂ മേടിച്ചു. ഓട്ടോയിൽ വെച്ച് തന്നെ വേഗം മുല്ലപ്പൂ അങ്ങോട്ട് തലയിൽ വെച്ച് കൊടുത്തു കേട്ടോ. മൊട്ടാണ്. അവൾ തിരിച്ചു വന്നപ്പോൾ അത് വിരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ജോക്കുട്ടിൻ്റെ സ്കൂളിൻ്റെ വാതിക്കൽ ഇറക്കി അവിടെ കൊണ്ട് ടീച്ചറിനെ ഏൽപ്പിച്ച ശേഷം തിരിച്ച് അതേ ഓട്ടോയിൽ തന്നെ ഞാൻ ചാടി കയറി അന്നമോളുടെ സ്കൂളിൻ്റെ കടത്തിൻ്റെ അവിടം വരെ കൊണ്ടാക്കി കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ പൊക്കോളും. അങ്ങനെ പിള്ളേരുടെ ഓണ പരീക്ഷയും കഴിഞ്ഞു, ഓണ സെലിബ്രേഷനും കഴിഞ്ഞു. 10 ദിവസം സുഖമായിട്ടിരിക്കാം. സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യാൻ പോകുന്നവർക്കും താങ്ക് യു.